ഈ കണ്ണിന് താഴെ പാടെന്താ? എവിടെയെങ്കിലും വീണതാണോ? ഇവരുടെ ഭർത്താവ് തല്ലുന്നതാ ഡോക്ടറെ. അങ്ങർക്ക് എന്നും ഇത് പതിവാ. കള്ളു കുടിച്ചു വന്ന് എന്നും വരെ തല്ലും. എന്തിനെങ്ങനെ സഹിക്കുന്നത്? നിങ്ങൾക്ക് പ്രതികരിച്ചൂടെ? ആദ്യമൊക്കെ ഞാൻ എന്തെങ്കിലും പറയുമായിരുന്നു ഡോക്ടറെ. അപ്പോ ചുറ്റുമുള്ള ആളുകളെ കൂട്ടി എന്നെപ്പറ്റി വല്ലതും പറയും. മിണ്ടാതെ അങ്ങ് തല്ലുകൊണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ. ഇങ്ങനെ പോയാ എന്ത് ചെയ്യാനാ? ഇവിടെ നിയമവും പോലീസൊന്നും ഇല്ലേ? എന്റെ വിധി ഡോക്ടറെ. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഭാസ്കര, ഇവിടെ നല്ലൊരു കാര്യം നടക്കുക. ദയവേത് നീ ഇവിടെ വന്ന് ബഹളം വെച്ച് അലമ്പുണ്ടാക്കരുത്. നിങ്ങൾ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്. സാറേ, അവളെ ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കുക. പ്രസിഡന്റെ, എന്റെ കൈ കൊണ്ടൊന്ന് കിട്ടിയാലേ നിങ്ങൾ താങ്ങോന്ന്? അത് പിന്നെ താങ്ങില്ല. പക്ഷെ ഞാൻ നേരം വെളുക്കുന്നത് വരെ കുനിച്ചു നിർത്തി ഇടിച്ചാലും അവള് താങ്ങും. അതിന്റെ അർത്ഥം എന്താ? അവളുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലെന്നല്ലേ. അപ്പൊ പിന്നെ അവളെ ഡോക്ടർ പരിശോധിക്കേണ്ട ആവശ്യം എന്താ? പ്രസിഡന്റ് പോ, എനിക്ക് അവളെ വിളിച്ചോണ്ട് പോണം. ഭാസ്കര, നിങ്ങൾ ഒന്നും പറയണ്ട. മെമ്പർമാരും പ്രസിഡന്റും പഞ്ചായത്ത് ഭരിച്ചാൽ മതി. എന്റെ കുടുംബം ഭരിക്കണ്ട. വീടേ സാറേ, നിന്നോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നിങ്ങൾ എന്തേ കാണിക്കുന്നത്? വേണ്ട, ഇവളെ നോക്കുന്നത് ഞാനാ. ഇവളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാ. ഇതിൽ കയറി ഇടപെട്ട് കളയല്ലേ ഡോക്ടറെ. അതെ, നിങ്ങൾ ഇവരെ ദിവസവും ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നോണ്ട് ഇവർക്ക് പല അസുഖങ്ങളും ഉണ്ട്. അവരത് നിങ്ങളോട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഓ, അപ്പൊ നീ ഇവിടെ വന്ന് എല്ലാം വിളമ്പിയല്ലേ? നാളെ മുതൽ നിനക്കും കൊച്ചിനുള്ളത് എവരും കൊണ്ടുവന്നു. എടേ, എവര് മല കയറി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇറങ്ങി പോവുകയും ചെയ്യും. ചേട്ടൻ നടന്നു, ഞാൻ വന്നേക്കാം. എങ്ങനെ ചേട്ടൻ നടക്കണം? നീ പിന്നെ വരും. ഇങ്ങോട്ട് വേണേ. കൈവിടവരുടെ വിടാനല്ലേ പറഞ്ഞത്? വേണ്ട ഡോക്ടറെ, ഇതിൽ ഇടപെടണ്ട. ഇടപെട്ട ഇവിടെ മെഡിക്കൽ ക്യാമ്പൊന്നും നടക്കില്ല. സകലതിനെ ഞാൻ ഇവിടെ ഇട്ട് ചുടും. അത്രയ്ക്ക് ചങ്കുറ്റുണ്ടോ എനിക്ക്? താൻ ആരാന്നുള്ളത് എന്റെ വിചാരം? താലി കെട്ടി വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്ന ഒരു സ്ത്രീയെ തല്ലാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ വലിയ യോഗ്യതയൊന്നും വേണ്ട. അത് ആരെ കൊണ്ട് സാധിക്കും? പകരം അവരുടെ മനസ്സിലെ സ്വപ്നങ്ങൾ എന്താണെന്ന് താൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? വേണ്ട ഡോക്ടറെ, ഇങ്ങോട്ട് കയറി ചൊറിയണ്ട. ഈ സ്ത്രീ ഇങ്ങനെ നിശബ്ദയായിട്ട് നിൽക്കുന്നോണ്ടാ താൻ ഇത്രയും ശൗര്യം കാണിക്കുന്നത്. ഈ മലമുകളിലേക്ക് കാലങ്ങളെത്താൻ ചിലപ്പോ കുറച്ച് താമസിച്ചു എന്ന് വരും. പക്ഷെ ഈ ലോകം വല്ലാതെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരെ പരിശോധിച്ച് തീർന്നിട്ടില്ല. അത് കഴിഞ്ഞ് അവര് വരും. താൻ പോവാൻ നോക്ക്. ഡോക്ടറെ കളിക്കല്ലേ, കളി ഞാൻ പഠിപ്പിക്കുവേ. കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഇട്ട് ടൗണിൽ നിന്ന് വരുന്നവര് മനക്കരുത്തില്ലാത്തവരും നിങ്ങളെന്തോ മനക്കരുത്ത് കൂടിയവരാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവര് കൃത്യസമയത്ത് വെച്ച് വിളമ്പി തരുന്നില്ലേ? വീട്ടിലെ ജോലികൾ ചെയ്യുന്നില്ലേ? നിങ്ങളുടെ കുട്ടികളെ പ്രസവിച്ച അമ്മയല്ലേ ഇവര്? ചെറിയ റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കാം. അതുകൊണ്ട് ആകാശം ഒന്നും ഇടിഞ്ഞ് താഴെ വീഴില്ല. ഇപ്പൊ താൻ ഈ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെ വിവരം അറിയിക്കേണ്ടി വരും. തന്നെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കേണ്ടി വരും. അതിന് നിൽക്കണോ? ഇറങ്ങിപ്പോടോ. എല്ലാം കഴിഞ്ഞ് നീ വീട്ടിലേക്ക് വരുമല്ലോ, അവിടെ കാണാം നമുക്ക്. മാം, അയാൾ വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. വൈരിക്ക്. എല്ലാം തനിയെ മാറുന്നു കരുതരുത്. കുറച്ചൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പഠിക്കണം. തെറ്റ് ചെയ്തിട്ടല്ലല്ലോ ഈ ശിക്ഷ അനുഭവിക്കുന്നത്. പ്രസിഡന്റ്, ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവില്ലേ? ഡോക്ടർ ഇടപെട്ട ഒരു കാര്യമല്ലേ, ഇനി ഞങ്ങൾ നോക്കിക്കോളാം. മാം, ഒരു മിനിറ്റ്. ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അപ്പൊ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാണ്ടിരിക്കുന്നതല്ലേ നല്ലത്? കൺമുന്നിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് കൈകെട്ടി നിൽക്കാരും. നമ്മൾ നല്ലവരാണെന്ന് ആൾക്കാർ പറയുകയും ചെയ്യും. പക്ഷെ ഏതു കാര്യത്തിനൊരു നിലപാടുണ്ടാവും എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റിയാ. ഇപ്പൊ ഇത് സംഭവിച്ചതുകൊണ്ട് അവര് നാളെ മുതൽ അവരുടെ ഭർത്താവിനെ എതിർക്കുന്നോ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ചില പ്രതിഷേധങ്ങള് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവില്ലേ? ഹലോ, ഈ അമ്മിമോളെ ഞാൻ സ്നേഹ. എന്തിനാ വിളിച്ചത്? യാമിയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ?
ഇല്ല. നന്നായി. യാമി എന്നെ കണ്ട് തിരിച്ചു പോയതിനു ശേഷം ഞാൻ വല്ലാത്ത ടെൻഷനില്ല. യാമി പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? യാമി എന്നെ കാണാൻ വന്നത് അമ്മ അറിഞ്ഞു? ഇല്ല. അച്ഛനോ? അച്ഛനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാ ഇനി പറയുന്നല്ലേ? അച്ഛനോട് ഞാനൊന്നും ഒളിച്ചു വെക്കാറില്ല. മോള് ചെറിയ കുട്ടിയാ, ചില കാര്യങ്ങളൊന്നും ചോദിക്കുന്നത് ശരിയല്ല. പക്ഷേ എന്നോട് ഇത്രയും പറഞ്ഞ ഒരാളെന്ന നിലയിൽ ഒന്നും ചോദിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അച്ഛൻ എപ്പോഴെങ്കിലും അരുണായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ ആരോടും വഴക്കിടാറില്ല. അരുണിന്റെ കാര്യം പറഞ്ഞ് അമ്മയോട് എപ്പോഴെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, അതുമില്ല. സ്നേഹാൻറ്റി എല്ലാരോടും പറയാൻ പോവാണോ ഞാൻ വന്ന കാര്യം? അതൊന്നും യാമി മോള് പേടിക്കണ്ട. യാമി മോൾ എന്നെ കാണാൻ വന്ന കാര്യം ഒരിക്കലും ഞാൻ ആരോടും പറയില്ല. താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ യാമി മോൾ ഇതുപോലെ വിളിച്ചൊന്നു വരും. ഒന്നുമില്ല, വെറുതെ വിശേഷങ്ങളൊക്കെ അറിയാം. അമ്മ ഉണ്ടാവുമ്പോൾ വിളിക്കരുത്. ഇല്ല, ഞാനത് നോക്കി വിളിച്ചോളാം. എന്നാ ഓക്കെ. ഗുഡ് നൈറ്റ് ആൻറ്റി. അമ്മ വരാൻ ഏകദേശ സമയമായി കാണൂല്ലേ? എന്നാ ശരി മോളെ. ശരി. ആരായിരുന്നു ഫോണില്? ചോദ്യം ചെയ്തൊന്നുമല്ല, അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. സ്നേഹാൻറ്റിയാ. ഞാൻ സ്നേഹാൻറ്റിയോട് എല്ലാം പറഞ്ഞു. അച്ഛൻ്റെ വിഷമം കണ്ടപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ പറഞ്ഞത്. ഹലോ ജോസേ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല, നെക്സ്റ്റ് വീക്ക് കിട്ടിയിട്ട് കാര്യമില്ല. നാളെ എനിക്ക് ആവശ്യം. എന്നാ നാളെ രാവിലെ തന്നെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്താ രഞ്ജിത്ത്, എന്തുപറ്റി? നാളെ സദാശിവനോട് പണം കൊടുക്കാന്ന് പറഞ്ഞ ദിവസം ജോസിനോട് കുറച്ച് പണം അറേഞ്ച് ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന ജോസിപ്പ് പറയുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പലിശ തന്നെ ഒരു 3 മാസത്തെ പെൻഡിങ് ഉണ്ട്. അയാൾ ഇങ്ങോട്ട് കേറി വരുമോ? അതിന് മടിക്കുന്ന ആളൊന്നുമല്ല, കഴുത്തറുക്കുന്ന പലിശക്കാരനാ. ഇവിടെ ആരോ എന്തെങ്കിലും പറഞ്ഞത് കേട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതും കടം വാങ്ങിച്ച്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേടോ. ഒരു അബദ്ധം പറ്റി 15 ലക്ഷം രൂപയും അതിന്റെ പലിശയും കൊടുക്കണം. പെട്ടെന്നെല്ലാം കൂടി ടൈറ്റായപ്പോ നമ്മുടെ കയ്യിൽ ഗോൾഡ് എല്ലാം കൂടി വെച്ചാലും ഒരു 3-4 ലക്ഷം രൂപ കിട്ടും. അത് കൂടുതലുണ്ടാവില്ല. വേണമെങ്കിൽ അത് മുഴുവൻ എടുത്തോ. അത്രയും കൊടുത്ത് നിർത്താൻ പറ്റുമെങ്കിൽ. മുഴുവൻ പണവും നാളെ കൊടുത്ത് തീർക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. നാളെ രാവിലെ തന്നെ എനിക്ക് ആ ഫർണിച്ചർ കട വരെ ഒന്ന് പോകണം. അവിടെ നമ്മുടെ സൈമണുണ്ട്. വിളിച്ചു നോക്കിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നേരിട്ട് എന്നാൽ എന്തെങ്കിലും നടന്നാലോ? അത് നടക്കാൻ സാധ്യതയില്ലെങ്കിൽ രഞ്ജിത്ത് നേരെ ഇങ്ങോട്ട് പോര്. ഗോൾഡ് വെച്ച പലിശയെങ്കിലും കൊടുത്ത് തീർക്കാലോ. ഏയ്, എനിക്കറിയില്ല അനാമിക. പ്രത്യേകിച്ചും ജോലി പോയത് സദാശിവൻ അറിയാൻ സാധ്യതയുണ്ട്. അയാൾക്ക് നമ്മളെ ടോർച്ചർ ചെയ്യാൻ അതിലും കൂടുതൽ കാരണമൊന്നും വേണ്ട. നാളെ എന്തെങ്കിലും സംഭവിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അയാൾ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകുന്ന കരുത്. അല്ലാതെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. നേരം എടുക്കട്ടെ. തനിക്ക് മടുത്തു തുടങ്ങിയോ ഈ ദാരിദ്ര്യം പറച്ചിൽ കേട്ടിട്ട്? പിന്നെ മടുത്തു. അതുകൊണ്ട് ഞാൻ ഒരാളെ കണ്ടുപിടിച്ചങ്ങ് ഇറങ്ങി പോവാൻ പോവാ. ഒന്ന്
ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എനിക്ക് രഞ്ജിത്തിന്റെ ഈ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അത് പരിഹരിക്കാൻ ഒരു മാർഗമില്ലാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്ന് കരുതി ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ. സോറിയടോ. ദാരിദ്ര്യം ഉണ്ടായിക്കോട്ടെ, ഇല്ലായ്മകൾ ഉണ്ടായിക്കോട്ടെ, രഞ്ജിത്ത് എന്റെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ അതൊക്കെ ഞാൻ നേരിട്ടോളാം. താങ്ക് യു. വന്ന് വല്ലതും കഴിക്ക്. ടെൻഷന്റെ പേരിൽ ഭക്ഷണം ഒഴിവാക്കണ്ട. വാ. ചില കാര്യങ്ങള് അത് വരുന്ന മുറയ്ക്ക് നേരിട്ടേ പറ്റൂ. ഇക്കാര്യത്തിൽ അത് തന്നെ ആശ്രയം. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം, വന്ന് കഴിക്കാൻ നോക്ക്. ഹലോ, സാരംഗ് വീട്ടിലെത്തിയോ? ഞാൻ വീട്ടിലുണ്ട്. എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? എന്ത്? ഞങ്ങളിവിടെ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കുന്ന ഒരു കാട്ടാനയുണ്ട്. അത് ഇറങ്ങിയെന്നാ പറയുന്നത്. 1-2 പേരെ കൊന്നിട്ടുള്ള ആനയാ. TV-യിലൊക്കെ ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഓൺലൈനിലും ഉണ്ട്. ഞാൻ കണ്ടില്ല. ഞാനിവിടെ വേറെ കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചതാ. പക്ഷെ നാട്ടുകാർ സമ്മതിക്കണ്ടേ? ഇങ്ങനെയാണെങ്കിൽ രാത്രി വരുന്ന കാര്യം സംശയ. സാരംഗ് എന്തോ ഒന്നും പറയാത്തെ? അവിടുത്തെ സിറ്റുവേഷൻ എനിക്കറിയില്ലല്ലോ. പിന്നെ ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് എന്താ? താനിപ്പോ സേഫാണോ? ഞങ്ങളിപ്പോ ഇവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലാ. ചുറ്റും ആളുകളൊക്കെ ഉണ്ട്. എന്താണ് കണ്ടീഷൻ എന്ന് ഒരു വ്യക്തതയൊന്നുമില്ല. അവരാരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും വിവരം അറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. മക്കള് TV-യിലോ മറ്റോ ന്യൂസ് കണ്ട് ടെൻഷൻ ആവുകയാണെങ്കിൽ സാരംഗ് അവരെ ഒന്ന് സമാധാനിപ്പിക്കണം. ഓക്കെ. ശരിക്കും പെട്ടുപോയി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ. ആ സ്ഥലത്തിന്റെ സാഹചര്യം എന്താണെന്ന് അവിടുത്തെ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. തൽക്കാലം അവരെ അനുസരിക്ക്. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സാരംഗ്. അരുൺ, അവരെന്താ പറഞ്ഞത്? കുഴപ്പമാണെന്നാ പറഞ്ഞത്. എന്തായാലും ഇന്നിനി പോക്കെടുക്കുന്നു തോന്നുന്നില്ല. കേട്ടോ സാരംഗ്? സാരംഗ്, എന്ത് കഷ്ട. വീട്ടിലെല്ലാരും പരിഭ്രമിക്കുക. യദുമോനെങ്ങാനും വിവരം അറിഞ്ഞാൽ പിന്നെ കരച്ചിൽ നിർത്തില്ല. മാം, നമ്മളിത് പ്രതീക്ഷിച്ചല്ലോ. അവര് പറയുന്ന കഥകൾ കേൾക്കണം. ഈ ഒരു ഒറ്റയാനെ പേടിച്ച് മാസങ്ങളോളം അവർ കാവൽ കിടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളും വന്നിപ്പോൾ കുടുങ്ങിപ്പോയി. ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ സെക്യൂരിറ്റി അവർ നോക്കിക്കോളും. നമ്മളിവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കുന്നതിലല്ല കാര്യം, പോകാൻ പറ്റാത്തതിൽ എൻ്റെ ടെൻഷൻ മുഴുവനും. മാം, റിലാക്സ്. ഞാനേ ആ പ്രസിഡന്റ് വരുന്നോന്ന് നോക്കട്ടെ. കമലഗിരി പഞ്ചായത്തിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ജനങ്ങൾ ഭീതിയിൽ. 3-4 വർഷങ്ങളായി പ്രദേശവാസികൾക്ക് ഈ ആന ഒരു ശല്യമാണ്. അയ്യോ, എന്താ ന്യൂസിൽ കണ്ടുകൊണ്ടിരുന്നേ? എവിടെയോ ആന ഇറങ്ങി എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അത് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്താ, ഹൈ റേഞ്ചിൽ ഒരിടത്ത്. വേണ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞ? മൈഥിലി ഒരു മെഡിക്കൽ ക്യാമ്പിന് പോയില്ലേ, അവിടെ. അയ്യോ, എന്നിട്ട് മൈഥിലി ഒന്ന് വിളിച്ചോ? മോൾക്ക് കുഴപ്പം വല്ലതും ഉണ്ടോന്ന് ഒന്ന് വിളിച്ചു ചോദിച്ചേ. ഒന്ന് വിളിക്ക്. തൽക്കാലം അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ല ലക്ഷ്മി. പിന്നെ ഇത് ദൈവത്തിന്റെ ഒരു ഇടപെടല. എന്ത് ഇടപെടല്? മൈഥിലി ആ മെഡിക്കൽ ക്യാമ്പിന് പോയതില് സാരംഗിന് ഒട്ടും താല്പര്യമില്ല. റിപ്പോർട്ടുകൾ പറയുന്നതിനനുസരിച്ച് ഇന്നിനി മൈഥിലിക്ക് അവിടെ നിന്ന് യാത്ര തിരിച്ച് ഇവിടെ എത്താനും പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു രാത്രി അവൾക്ക് അവിടെ തങ്ങേണ്ടി വരും. എന്താ ഈ പറയുന്നേ? ആ ഫോണിങ്ങി തന്നെ, ഞാൻ മോളെ ഒന്ന് വിളിക്കട്ടെ. വേണ്ട ലക്ഷ്മി, അവൾ അവിടെ നിൽക്കട്ടെ.
ഈ ഒരു രാത്രി കൊണ്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടും. മൈഥിലി പോയിരിക്കുന്നത് സാരംഗിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരുത്തന്റെ കൂടെ, ഡോക്ടർ അരുണിന്റെ കൂടെ. ഒറ്റയാൻ ഇറങ്ങിയെന്നോ ആളുകളെ പേടിപ്പിച്ചെന്നോ ഒക്കെ പറഞ്ഞാൽ സാരംഗിന്റെ തലമണ്ടയിലേക്ക് അത് കയറില്ല. എന്താ കയറാതിരിക്കാൻ? വാർത്തയൊക്കെ സാരംഗ് കാണുന്നതല്ലേ? അതെ, പക്ഷേ അവർക്കിടയിലുള്ള പ്രശ്നങ്ങള് ഇതുകൊണ്ട് ഒന്നുകൂടി വലുതാവുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തമ്മിത്തല്ലാൻ നിൽക്കുന്നവർക്ക് ആവശ്യം ഒരു കാരണമാണ്. ഇതിനപ്പുറത്ത് സാരംഗിന്റെ ഭാഗത്ത് നിന്നൊരു ക്ഷമയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മൈഥിലിയും സാരംഗും ഒന്നിച്ച് ജീവിക്കുന്നില്ല എന്ന് പറയുന്നതല്ലേ നിനക്കറിയൂ? അതിന്റെ കാരണം അറിയില്ലല്ലോ. അധികം വൈകാതെ സാരംഗ് അത് തുറന്നു പറയും. നിങ്ങൾക്ക് പ്രായം എത്രയെന്ന് വല്ല ധാരണയുണ്ടോ? രാമനാമം ജപിച്ച് ഉള്ള കാലം തീർക്കുന്നതിന് പകരം ഈ ദുഷ്ടതരം കൊണ്ട് നടന്നിട്ട് എന്ത് ചെയ്യാനാ? നീ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു, എന്റെ മോൻ എന്നോട് മറിച്ചും. ജീവിച്ചിരുന്നപ്പോ എന്നെ ഇല്ലാതാക്കിയവരോട് അച്ഛൻ എന്താ ചെയ്തതെന്ന് അവൻ ചോദിക്കുമ്പോ എനിക്ക് ഉത്തരം പറയണം. അവന്റെ സ്വപ്നവും കുടുംബവും ബിസിനസ്സും എല്ലാം ഞാൻ ഇല്ലാതാക്കും. എല്ലാം. ഞാൻ പറയുന്നത് കേൾക്ക്. അവളൊരു പാവം പെണ്ണ. നിന്റെ മകൻ പാവമായിരുന്നില്ലേ? അവന് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അവന് ജീവിക്കാൻ കൊതിയുണ്ടായിരുന്നില്ലേ? എന്നിട്ടോ കൊന്നു കളഞ്ഞില്ലേ? എന്നെ മരണം കൊണ്ടുപോയാലും ഞാൻ പൊറുക്കില്ല ലക്ഷ്മി. തകർക്കും, എല്ലാം ഞാൻ തകർക്കും. ഈശ്വര, ഇങ്ങനെയൊക്കെ കേൾക്കാൻ എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? കണ്ണു നിറച്ച് കാണാനുള്ള കാഴ്ചകൾ വരും ലക്ഷ്മി. അത് കണ്ടിട്ടേ ഞാനും നീയും ഈ ഭൂമിയിൽ നിന്ന് പോകൂ. അന്യന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും നല്ലത് നമ്മുടെ മകന്റെ സ്വർഗലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. നിനക്ക് കഞ്ഞി എടുക്കട്ടെ? എനിക്ക് വേണ്ട. എനിക്ക് ഇറങ്ങില്ല. നിങ്ങൾ കഴിച്ചോളൂ. മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നിയാലല്ലേ നന്നായി കഴിക്കാൻ പറ്റൂ. പട്ടിണി കിടന്നോ പ്രാർത്ഥിച്ചോ രക്ഷിക്കാൻ പറ്റുന്നവരെയൊക്കെ രക്ഷിച്ചോ. പക്ഷെ എനിക്ക് ഉറപ്പാ, നിന്റെ വിളി ഒരു ഈശ്വരനും കേൾക്കില്ല. കാരണം ഇത് തീരുമാനിച്ചത് ഞാനാ, നടപ്പാക്കുന്നത് ഞാൻ തന്നെയാ ലക്ഷ്മി.